ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു പായസമാണോ എന്ന് ചോദിച്ചാൽ പായസമാണ്, അല്ലേ എന്ന് ചോദിച്ചാൽ പായസം അല്ലതാനും. ഒരു കിടിലൻ ഡെസേർട്ട് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇളനീരും സേമിയും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് 2 ഇളനീരാണ് വേണ്ടത്. ഒരു 1/2 ലിറ്റർ പാൽ ആ ഒരളവിലേക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. എപ്പോഴും എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്തിട്ടുള്ളത് എടുക്കരുത്. ഇതുപോലെ ഇങ്ങനെ കോരി എടുക്കാൻ പാകത്തിനുള്ളത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കാമ്പ് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. വെള്ളം വേറെ എടുത്ത് വെക്കണം, നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇത്ര തന്നെ മതി കേട്ടോ, കൂടുതൽ വേണ്ട. സാധാരണ പായസത്തിന് എടുക്കുന്ന അത്രയ്ക്കൊന്നും വേണ്ട. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് കാഷ്യൂ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ലാസ്റ്റ് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് ഈ പാനിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ വളരെ കുറച്ച് മതി കേട്ടോ. ശരിക്കും നമ്മളൊരു സേമിയ പായസമായിട്ടല്ല ചെയ്യുന്നത്, കരിക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുൻപിൽ നിൽക്കേണ്ടത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത്തിരി സേമിയ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ്, അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഈ ഒരു രീതിയിൽ കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ ഫ്രഷ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഇതിൽ കിടന്നങ്ങ് തിളച്ചോളൂ. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ പായസത്തിന് എടുക്കുന്ന അത്ര കൂടുതൽ വെള്ളം എടുക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മതി. കാരണം ലാസ്റ്റ് തേങ്ങാപ്പാലും കരിക്ക് ജ്യൂസും ഒക്കെ ചേർക്കാനുണ്ട്. എന്നിട്ട് ഈ ഒരു പാലിൽ കിടന്നിട്ട് സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. സേമിയ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷമാണ് ഇതിലേക്കുള്ള മധുരമൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ മുഴുവൻ പഞ്ചസാര ആയാലും മതി. ഇനി കരിക്കിന് നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. മധുരം ചേർത്ത് കഴിഞ്ഞിട്ടും കുറച്ച് സമയം ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴേക്കും ആ സേമിയത്തിലേക്ക് കറക്റ്റ് മധുരമൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വരിക. ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇത്തിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. ഈ സമയത്ത് ഈ ഒരു കൂട്ടിലേക്ക് വേണ്ടത് മാത്രം, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചൊരു ലൂസിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതുപോലെ ആവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നോട്ടെ കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മിക്സ് ആക്കുന്നത്, ചൂടോട് കൂടിയിട്ടല്ല. സാധാരണ പായസം പോലെ ആ നല്ല ചൂടിൽ കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ല കേട്ടോ ഇത്. വേണമെങ്കിൽ ചെറിയൊരു ഇളം ചൂടിലൊക്കെ കുടിക്കാം, പക്ഷെ കുറച്ചുകൂടെ നല്ലത് എല്ലാം തണുത്തതിന് ശേഷം കറക്റ്റ് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കണം, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ പായസം കുടിക്കുന്ന സമയത്ത് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് അരഞ്ഞോട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ജ്യൂസാക്കി എടുത്തിട്ടുള്ള മിക്സ് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു തേങ്ങാപ്പാലൂടെ വേണം കേട്ടോ, അപ്പോൾ അതുകൂടെ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് നിറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 3-4 ഏലക്കാട്ടോ, ചെറുതാണെങ്കിൽ മതി 4 അല്ലെങ്കിൽ കൂടുതലായി പോകും. കാരണം നമ്മൾ സേമിയയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് ഫ്ലേവർ കൂടുതലുണ്ടെങ്കിൽ ഇതിലൊരു 2 ആയാലും മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പായസത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നണ്ട, കുഴപ്പമില്ല, കൂടുതൽ വേണ്ട, ഈ ഒരു അളവിൽ തന്നെ മതിയാകും. നാടൻ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ വളരെ ചെറിയൊരു പീസ് മതി. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ ഇളനീർ വെള്ളം എന്തായാലും ബാക്കി ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തേങ്ങ അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു തുണിയിലൊക്കെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാനിപ്പോൾ അരിപ്പയിലൂടെ അരിച്ച് മാക്സിമം അതിൻ്റെ പാലെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3/4 കപ്പ് ടു 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 2ാം പാൽ 3ാം പാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ഐറ്റം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. സേമിയത്തിൻ്റെ ആ ഒരു കൂട്ട് നന്നായിട്ട് കുറച്ചുകൂടി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഈ രീതിയിൽ മതിയാകും. നന്നായിട്ട് തണുത്തിരിക്കുന്ന മിക്സാണിത്. ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ആ കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തേങ്ങാപ്പാലിൽ ആ ഒരു ഏലക്കയും ഇഞ്ചി എല്ലാം കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറൊക്കെയാണ്. ഒരു 3/4 കപ്പാണ് കേട്ടോ തേങ്ങാപ്പാലുള്ളത്. അടുത്തത് ഇനി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, കുറച്ച് ഇളനീരിൻ്റെ പീസ് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അത് 2, 3, 4 ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ അത് കുടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയൊരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ മതി കേട്ടോ, ഒരുപാട് കൂടുതലൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു അളവിൽ ഇത്ര ഇട്ട് കൊടുത്തിട്ട് അതോടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് കുടിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. ശരിക്കും ഒരു പായസത്തിൻ്റെ രസമാണെന്ന് വെച്ചാൽ അല്ല, നല്ലൊരു കരിക്ക് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് സേമിയൊക്കെ കടിക്കുന്ന പോലെ, എന്നാലൊരു പായസത്തിൻ്റെ ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ ആണ് താനും കേട്ടോ. ഇത് ഈ സമയത്ത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കുടിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കൂടുതൽ സമയം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്ത് കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും നല്ല തണുത്ത് ആ ഒരു ഡ്രിങ്കാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏത് രീതിയിലും ചെയ്തു നോക്കാം. പിന്നെ ശരിക്കും ഇതൊരു പായസം പോലെ എന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണ സേമിയ പായസമൊക്കെ പോലെ പാലും സേമിയും ഒരേ കട്ടിയിലൊന്നും ആയിരിക്കില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കുടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു സേമിയ കടിക്കാൻ കേട്ടോ, അത്ര മതി. ശരിക്കും ഇതിൻ്റെ ആ ഒരു ജ്യൂസിനാണ് ടേസ്റ്റ് കൂടുതൽ, സേമിയത്തിനേക്കാൾ ഉപരി ആ ഒരു ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്ന സമയത്താണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത് ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഇത്തിരി അളവിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യലാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു പായസമായിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ റെസിപ്പി ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്